ഹായ്, ഞാൻ NS പിള്ളൈ, ചെയർപേഴ്സൺ കേരള മാരിടൈം ബോർഡ്. കേരള മാരിടൈം ബോർഡ് കേരള ഗവൺമെന്റിന്റെ തുറമുഖ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്. പ്രധാനമായും 2 തരം ഫംഗ്ഷനുകളാണ് കേരള മാരിടൈം ബോർഡിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതിലൊന്ന് കേരളത്തിലെ 17 ചെറുകിട ഇടത്തരം തുറമുഖങ്ങളുടെ ഭരണ നിയന്ത്രണമാണ്. പ്രധാനമായും കോവളം, വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനക്ഷമമായ 4 തുറമുഖങ്ങൾ ഉൾപ്പെടെ കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ അടുക്കാനും പാസഞ്ചർ ഷിപ്പുകൾ അടുക്കാനും മറ്റ് നിരവധി തുറമുഖാധിഷ്ഠിതമായ വ്യവസായങ്ങളും ടൂറിസവും ഒക്കെ നടത്താൻ വേണ്ടിയാണ് പ്രധാനമായും മാരിടൈം ബോർഡ് നിലകൊള്ളുന്നത്. ഈ തുറമുഖ അതോറിറ്റി എന്നുള്ള നിലയിൽ എയർപോർട്ട് അതോറിറ്റിയെ പോലെ കപ്പലുകൾ അടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും, പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഞങ്ങളുടെ ലക്ഷ്യം. ഇത് കൂടാതെ കേരള ഇൻലാൻഡ് വെസൽ റൂൾസ് എന്ന് പറയുന്ന ഒരു ചട്ടത്തിന്റെ അനുസരിച്ച് തുറമുഖ വകുപ്പ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് സർവേ നടത്തിക്കൊണ്ടിരുന്ന ഉൾനാടൻ ജലയാന രജിസ്ട്രേഷൻ സർവേയും കേന്ദ്ര പാർലമെന്റ് പാസാക്കിയ ഉൾനാടൻ ജലയാന നിയമം വന്നതോടുകൂടി സമൂലമായി അഴിച്ചുപണി നടത്തി നിലവിൽ കേരള ഗവൺമെന്റ് കേരള മാരിടൈം ബോർഡിനെ രജിസ്റ്ററിംഗ് അതോറിറ്റി ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊതുനിരത്തിലൂടെ ഓടുന്ന എല്ലാ മോട്ടോർ വാഹനങ്ങളും കമ്പൽസറി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ രജിസ്റ്ററിംഗ് അതോറിറ്റി കേരളത്തിലെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും അതേപോലെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസേഴ്സുമാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഉൾനാടൻ ജലാശയങ്ങളിൽ യന്ത്രത്തിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിപ്പിച്ച് ഓടുന്ന എല്ലാ യാനങ്ങളും കമ്പൽസറി ആയും കേരള മാരിടൈം ബോർഡ് ആകുന്ന രജിസ്റ്ററിംഗ് അതോറിറ്റിയുടെ അംഗീകാരത്തോടുകൂടി രജിസ്ട്രേഷൻ നടത്തേണ്ടതും കൂടാതെ ഓരോ വർഷവും നമ്മുടെ സർവേയർമാരുടെ ആനുവൽ സർവേക്ക് വിധേയമാകേണ്ടതുമാണ്. അങ്ങനെ എല്ലാ യന്ത്രവൽകൃത യാനങ്ങളും രജിസ്ട്രേഷനും ആനുവൽ സർവേയും കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയിരിക്കുന്ന പൊല്യൂഷൻ ചട്ടം അനുസരിച്ചും ഇൻഷുറൻസ് ചട്ടം അനുസരിച്ചും സേഫ്റ്റി ചട്ടങ്ങൾ അനുസരിച്ചും വേണ്ടുന്ന തരത്തിലുള്ള മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് മാത്രമേ പ്രവർത്തിപ്പിക്കാവൂ. ഇത് രജിസ്ട്രേഷനോ സർവേയോ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളോ ഇൻഷുറൻസോ സേഫ്റ്റി മെഷേഴ്സോ ഇല്ലാതെ ഏതെങ്കിലും യന്ത്രവൽകൃത യാനങ്ങൾ കേരളത്തിന്റെ ജലാശയങ്ങളിൽ ഓടുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ കേന്ദ്ര ഉൾനാടൻ ജല നിയമത്തിൽ തന്നെ ഈ ശിക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ വിശദാംശങ്ങളും അടങ്ങിയിട്ടുണ്ട്. കൃത്യമായി നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഓടുന്ന ബോട്ടുകളിൽ മാത്രമേ അല്ലെങ്കിൽ ഓടുന്ന യാനങ്ങളിൽ മാത്രമേ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള വിദേശ സ്വദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ യാത്ര ചെയ്യാവൂ എന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കേരള മാരിടൈം ബോർഡ് ഏകദേശം 144ഓളം അക്രഡിറ്റഡ് യാർഡുകളെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ യാർഡുകളിൽ മാത്രമേ ഏത് തരത്തിലുള്ള ഉൾനാടൻ ജലാശയങ്ങളും യന്ത്രവൽകൃത ജലാശയങ്ങളും പണി കഴിപ്പിക്കാമോ അങ്ങനെയുള്ള യാനങ്ങൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ നൽകൂ. കൂടാതെ കേന്ദ്ര ചട്ടങ്ങൾ അനുസരിച്ച് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ചട്ടങ്ങൾ അനുസരിച്ച് തന്നെ ആയിരിക്കണം നിർമ്മാണം നടത്തുന്നത്. അങ്ങനെ കേന്ദ്ര ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ അനുസരിച്ച് നിർമ്മാണം നടത്തുന്ന യാനങ്ങൾക്ക് നമ്മൾ രജിസ്ട്രേഷനും സർവേയും അതിനുവേണ്ടുന്ന അംഗീകാരങ്ങളും നൽകുന്നു. അങ്ങനെ എല്ലാ അംഗീകാരത്തോടും കൂടി നമ്മുടെ യാത്ര സുഖകരവും സുരക്ഷിതമാക്കാൻ പൊതുജനങ്ങൾക്ക് സഹായമായ രീതിയിൽ വിനോദസഞ്ചാരികൾക്ക്, വിദേശത്തും സ്വദേശത്തുമുള്ള സഞ്ചാരികൾക്ക് കേരളത്തിന്റെ ഉൾനാടൻ ജലഗതാഗതം ഒരു വലിയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റത്തക്ക രീതിയിൽ ബോട്ടുടമകൾ സഹകരിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു.